നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആനപ്പുറത്ത് കയറണം എന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടാകില്ല. എത്ര പേടിയാണെങ്കിലും ആനയൊന്ന് തൊടണമെങ്കിലും ആ ചേലൊന്ന് കണ്ട് ആസ്വദിക്കണമെന്നും മോഹമില്ലാത്ത മലയാളികൾ ഇല്ല തന്നെ. ആ മോഹത്തിന് മുകളിലേക്കാണ് സൂര്യാവുഡ് ആനപ്പെരുമയുടെ ഏറ്റവും പുതിയ ജാലകം തുറന്ന് ഞങ്ങൾ വരുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കിയിട്ട് എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ, എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ. കോട്ടയം ജില്ലയിലെ നിരവധി ഗജവീരന്മാരെ ഇതിനോടകം ആനപ്പെരുമയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും അക്ഷരനഗരിയിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ എപ്പിസോഡ് തികച്ചും വ്യത്യസ്തമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ആനത്തറവാട്ടിലെ 2 ഗജവീരന്മാരെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആനപ്രേമികൾ സ്നേഹത്തോടുകൂടി കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വിളിക്കുന്ന ഭാരത് വിനോദിൻ്റെ സഹോദരനായ ഭാരത് വിശ്വനാഥൻ. കാണാം നമുക്ക് ഈ കരിവീരന്മാരുടെ അഴകൊള്ളുന്ന
ചെർപ്പുളശ്ശേരി രാജശേഖരൻ, ജയറാം കണ്ണൻ, കീർത്തന കാർത്തിക് തുടങ്ങി പ്രൗഢിയുള്ള നിരവധി കൊമ്പന്മാരെ നമ്മുടെ ആനക്കേരളത്തിന് സമ്മാനിച്ച ആതിര രവിയാണ് വിനോദിനെയും കേരള നാട്ടിലേക്ക് എത്തിക്കുന്നത്. അന്നിവൻ്റെ പേര് അക്ബർ എന്നായിരുന്നു. പിന്നീട് ആതിര വിനോദ്, ഗുരുജിയിൽ ശ്രീപത്മനാഭൻ, അമ്പാടി വിനോദ് എന്നീ പേരുകളിൽ ഉത്സവ കേരളത്തിൻ്റെ വിരിമാറിലൂടെയുള്ള സഞ്ചാരപഥത്തിലായിരുന്ന വിനോദിൻ്റെ സംരക്ഷണ ചുമതല 2.5 വർഷങ്ങൾക്ക് മുൻപാണ് അമ്പാടി ഗ്രൂപ്പിൽ നിന്നും ഭാരത് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. ഇവിടെ എത്തുന്നതിന് മുൻപേ തന്നെ ഇവൻ ആനക്കേരളത്തിലെ യുവരാജാക്കന്മാരിൽ മുൻപനായി മാറിക്കഴിഞ്ഞിരുന്നു. കണ്ണടച്ച് തുറക്കും വേഗത്തിലായിരുന്നു വിനോദിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു അവിശ്വസനീയമായ കഥയാണെന്നേ തോന്നൂ. എന്നാൽ വിനോദ് ഒരു കൂട്ടാനയിൽ നിന്ന് തിടമ്പാനയായി മാറ്റം സംഭവിച്ചത് എത്ര പെട്ടെന്നാണെന്ന് ഇവൻ്റെ വളർച്ചയും ഉയർച്ചയും ഒരു നേർക്കാഴ്ച പോലെ കണ്ടുനിന്ന ഏവരുടെയും മനസ്സിലെ മായാത്ത കാഴ്ചയാണ്. ഭാരത് വിനോദ് എന്ന ഈ കരിവീരസുന്ദരന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് പങ്കെടുക്കുന്ന പൂരനഗരികളിൽ ഒരു കൂട്ടം ആരാധകരെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ചേർത്തല സ്വദേശി ദിബിൽ ദീപ് എന്ന ബബ്ലുവാണ് ഈ ഗജതാരത്തിൻ്റെ ഒന്നാമൻ. എഴുന്നള്ളിപ്പിനെത്തിയാൽ ചിട്ടവട്ടങ്ങളെല്ലാം മനപ്പാടമായ വിനോദിൻ്റെ രണ്ടാമൻ കവിയൂർ സ്വദേശി ഷിജുവാണ്. നമുക്കറിയാം, ഉത്സവപ്പറമ്പുകളിൽ നിരവധി ആരാധകരുണ്ട് നമ്മുടെ ഈ വിനോദിന്. അതുപോലെ തന്നെ എല്ലാവർക്കും സുപരിചിതരാണ് നിരവധി ആരാധകർ ഈ ദിബിൽ ദേവ് എന്ന ബബ്ലുവിനുമുണ്ട്. എന്താണ് ഇവനോടൊപ്പം ഉത്സവപ്പറമ്പുകളിൽ ചെല്ലുമ്പോൾ മനസ്സിന് തോന്നുന്നത്? നല്ല സന്തോഷമാണ്. നല്ല നല്ല പൂരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഉത്സവത്തിനും ചെല്ലുമ്പോൾ ഒരുപാട് പേര് അടുത്ത് കൂടാറുണ്ട് ആനയെ കാണാറുണ്ട്. വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാം ബബ്ലുവിൻ്റെയും പരിചയക്കാരാണ്. അങ്ങനെ ആനയെ കാണുന്ന വഴി നമ്മൾ പരിചയക്കാരാകും. അപ്പോൾ എവിടെ ചെന്നാലും ഏത് ഉത്സവപ്പറമ്പുകളിൽ ചെന്നാലും നമുക്ക് ഒരുപാട് പരിചയക്കാർ എന്തായാലും ഉണ്ടായിരിക്കും. കുറച്ചൊക്കെ. അപ്പോൾ എന്താണ് അവർ കൂടുതലായിട്ടും ആനയുടെ വിശേഷങ്ങൾ എന്താണ് അവർ ചോദിക്കുക? ആനയുടെ കാര്യങ്ങൾ തന്നെ മെയിനായിട്ട് ചോദിക്കുന്നത്. ആനയുടെ ഇത് എവിടെ കഴിഞ്ഞ ദിവസം എവിടെ പരിപാടി അതൊക്കെ ചോദിക്കണം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും മികച്ച ഒരു ആനയോടൊപ്പം എത്താൻ സാധിച്ചു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ആനയോടുള്ള കമ്പം എത്തിച്ചേർന്നത്? ചെറുപ്പം മുതലുള്ള കമ്പായിരുന്നു. എത്ര വയസ്സിലാണ് ആന എത്തിയത്? 10, 18, 20 വയസ്സായി. ആദ്യമായിട്ട് ഏത് ആനയോടൊപ്പമായിരുന്നു? ഓമല്ലൂർ നന്ദന. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്രയും കാലം നമ്മളിങ്ങനെ കൂടെ പോന്നു. ഇത്ര കാലം എത്തി. ഇപ്പോൾ ഇവനോടൊപ്പമായിട്ട് എത്ര വർഷമായി? 3 കൊല്ലം. 3 വർഷമായി. അപ്പോൾ മറ്റാനകളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നമുക്ക് ഇവനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് തോന്നിയിട്ടുള്ളത്? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യം, ശരീര സൗന്ദര്യമാണ്. സാധാരണ ആനകളെ അപേക്ഷിച്ച് ഇരുവരും തമ്മിലുള്ള അടുപ്പം എടുത്തു പറയേണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ ഒരമ്മ പെറ്റ സഹോദരങ്ങളെപ്പോലെ, അല്ലെങ്കിൽ അതിലുപരിയുള്ള സ്നേഹമാണ് ഇരുവർക്കും പരസ്പരമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരുമിച്ച് ഒരിടത്ത് നിർത്തിപ്പോയാൽ പരസ്പരം തുമ്പി കോർത്ത് പിടിച്ചു നിൽക്കും. എന്തിന് ഭക്ഷണം വരെ വായിൽ നിന്ന് എടുത്ത് കഴിച്ചെന്നും വരാം. ഇവർ തമ്മിലുള്ള ആത്മബന്ധം വിവരിക്കുകയാണെങ്കിൽ ഏവർക്കും രസകരമായ ഒരു സംഭവമാണ് മനസ്സിലേക്ക് ഓടിയെത്തുക. 1 വർഷം മുൻപ് ഇവരുടെ തറിയിൽ മറ്റൊരാനയെ 2-3 ദിവസം വിശ്രമിക്കുന്നതിനായി കെട്ടിയിരുന്നു. ആ സമയത്ത് ഒരു ഭാഗത്ത് വിനുവും വിശ്വനും, കുറച്ചപ്പുറത്തായി മറ്റേ ആനയെയും കെട്ടിയിരുന്നു. ആ ആന കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വിശ്വനാഥൻ ഒരു പട്ടയെടുത്ത് ഒറ്റ ഏറ് വെച്ചു കൊടുക്കും. ഏറുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇരുവരും തുമ്പി കോർത്ത് പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും ആന ഉറങ്ങുവാൻ കിടക്കും. ഇവർ ഈ പണി വീണ്ടും തുടരും. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. വിശ്രമത്തിനായി എത്തിയ ആ കൊമ്പനെ ഇരുവരും ചേർന്ന് ഒന്ന് കിടക്കുവാൻ പോലും സമ്മതിച്ചില്ലെന്ന് സാരം. വെള്ളാപ്പള്ളി കുട്ടിശങ്കരൻ എന്ന കൊമ്പന്റെ കൂട്ടായി തൻ്റെ ആന പരിപാലനത്തിന് തുടക്കം കുറിച്ച് ഓച്ചിറ മോഹനന് ഒന്നാമനായി തൻ്റെ പാപ്പാൻ ജീവിതം ആരംഭിച്ച് ഈ മേഖലയിൽ 22 വർഷങ്ങളുടെ തഴക്കവും പഴക്കവും ചെന്ന മാവേലിക്കര സ്വദേശി അരുണാണ് വിശ്വനാഥൻ്റെ ഒന്നാമൻ.
കുറച്ച് കുട്ടിക്കുറുമ്പും കുസൃതിയുമൊക്കെയായി നടക്കുന്ന വിശ്വനാഥൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത് രണ്ടാമനായ മാവേലിക്കര സ്വദേശി വിഷ്ണുവാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ മുതൽ കണ്ടു വിശ്വനാഥനോടൊപ്പം ഈ അരുൺ ചേട്ടൻ ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെയാണ് വിശ്വനാഥനെ നോക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടത്. അപ്പം എന്താണ് അവൻ്റെ സ്വഭാവത്തിലുള്ള ഒരു പ്രത്യേകത കൊണ്ടാണോ അങ്ങനെ? സ്വഭാവം എന്ന് പറഞ്ഞാൽ ആൾ ഇടയ്ക്ക് ഓടിപ്പോക്കേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് ചെറിയ പ്രായത്തിൻ്റെ പ്രശ്നമാണോ? അത് കൊച്ചല്ലേ, 10-17 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കളിയൊക്കെ ഉണ്ട്, അതിൻ്റെതായ കളികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവനെ? കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അഴിച്ചിട്ട് നിന്നവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പറയുന്നതല്ല നമ്മൾ അനുസരിക്കുന്നുണ്ട്. ഉണ്ട് അനുസരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളൊരു ശ്രദ്ധ വേണമെന്ന് മാത്രം ഉള്ളൂ, അതിന് ശ്രദ്ധ വേണം. അപ്പോൾ മറ്റാനകൾ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ടാവുമല്ലോ ഈ ഫീൽഡിൽ. അതെ. അപ്പോൾ മറ്റാനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൊച്ചാണ്, മറ്റൊക്കെ വലിയ ആനകളാണ് കയറിയിട്ടുള്ളത്. ഇത് കുഞ്ഞുങ്ങളായതിൻ്റെ ഒരു കളിയുണ്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണ മനുഷ്യക്കുട്ടികളെ നോക്കുന്ന പോലെ അത്രയും സന്തോഷത്തോട് തന്നെയാണോ കാരണം ഈ കുട്ടിയാനായതുകൊണ്ടുള്ള? അതെ അങ്ങനെ നോക്കണം. അതെ, അതിലൊരു നമുക്ക് വേറൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കും. ഉണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഉത്സവ പറമ്പുകളിലൊക്കെ എത്തുമ്പോൾ ഇവൻ അതിൻ്റെതായ കുറുമ്പുകളൊക്കെ കാണിക്കും. കുറുമ്പ് ഇന്നവരെ കാണിച്ചിട്ടില്ല. മെയ് മാസം മുതൽ ആഗസ്റ്റ് വരെയാണ് നീരുകാലം. മദപ്പാട് സമയത്ത് പോലും കാര്യമായ ഓട്ടമോ ചാട്ടമോ ഒന്നും വിശ്വനാഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം തറിയിൽ നിൽക്കുന്നതിനിടെ ചെറിയ ഒരു ഓട്ടം വെച്ചു കൊടുത്തിരുന്നു. ഓടി 1 കിലോമീറ്റർ അപ്പുറത്ത് പാടത്തെ ചതുപ്പിലേക്ക് ഇറങ്ങിയതും വിശ്വനാഥൻ പതുക്കെ ആ ചതുപ്പിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടേയിരുന്നു. നാട്ടുകാരുടെയും പാപ്പാന്മാരുടെയും ശ്രമം വിഫലമായപ്പോൾ വിനോദിനെ എത്തിച്ച് വടം കിട്ടിയാണ് വിശ്വനാഥനെ കയറ്റിയത്. അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ആക്കം കൂടിയതെന്നും ഏവരും പറയുന്നു. തെക്കൻ ജില്ലകളിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഉത്സവപ്പറമ്പുകളിൽ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിനോദും വിശ്വനാഥനും. കാണാം കൂടുതൽ വിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ വന്നത് മുതൽ ഞങ്ങൾ കേട്ടു തുടങ്ങുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും സഹോദരന്മാർ പോലും തോറ്റുപോകുന്ന ഇവരുടെ സ്നേഹത്തെയാണ്. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ലെങ്കിലും ഒരുമിച്ച് എത്തിപ്പെട്ടതല്ലെങ്കിലും ഇവരുടെ സ്നേഹം പറഞ്ഞാലും തീരാത്തത് തന്നെ. കാണാം നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ഇവരുടെ ആ സ്നേഹ കാഴ്ചകളും. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കിയിട്ട് എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ. കോട്ടയം ഭാരത് ഹോസ്പിറ്റലിന്റെ ഉടമയായിരുന്ന ചൈതന്യ വീട്ടിൽ ഡോക്ടർ വിശ്വനാഥൻ 40 വർഷങ്ങൾക്ക് മുൻപാണ് തിരുനക്കര ശിവക്ഷേത്രത്തിലേക്ക് നടയിരുത്തുന്നതിനായി ഒരു 8 വയസ്സുകാരനായ കുട്ടിക്കൊമ്പനെ സ്വന്തമാക്കുന്നത്. ഡോക്ടർ വിശ്വനാഥൻ ഈ കൊമ്പനെ തിരുനക്കര തേവർക്ക് സമർപ്പിച്ചതോടെ ഇവൻ തിരുനക്കര വിശ്വനാഥനായി മാറി. പിന്നീടങ്ങോട്ട് നല്ല വളർച്ചയെത്തിയ ഈ കൊമ്പൻ പാപ്പാന്മാരുടെ അശ്രദ്ധ മൂലം 1991 ചെരിയുകയായിരുന്നു. അക്കാലത്ത് മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നുകൂടിയായിരുന്നു തിരുനക്കര കൊമ്പന്റെ വിയോഗം. 21 വയസ്സിൽ ഇഹലോകവാസം വെടിയേണ്ടി വന്ന വിശ്വനാഥൻ ആ സമയത്ത് ഒരു 10 അടി ഉയരക്കാരൻ കൂടിയായിരുന്നു. നടക്കിരുത്തിയെങ്കിലും അവനോടുള്ള സ്നേഹവും പരിചരണവും ഈ ചൈതന്യയിലെ ഓരോ അംഗങ്ങളും കാത്തു സൂക്ഷിച്ചു പോന്നു. അതുകൊണ്ട് തന്നെയാകാം ആ കൊമ്പന്റെ വിയോഗം ഈ കുടുംബത്തെ അത്രമേൽ വേദനിപ്പിച്ചതും. ഈ സംഭവത്തിൻ്റെ ഒരു ആഘാതത്തിൽ നിന്നും മുക്തി നേടാനായി ഈ കുടുംബം വർഷങ്ങളെടുത്തു എന്ന് മാത്രമല്ല, ആ സമയങ്ങളിൽ മറ്റൊരാനയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഈ കുടുംബത്തിനായിട്ടുണ്ടാകില്ല. പിന്നെ ആനപ്രേമം എന്നത് സിരകളിൽ അലിഞ്ഞു ചേർന്നവരാണെങ്കിൽ
അത് എത്ര നാൾ മറച്ചുവെച്ചാലും ഒരു നാൾ അതിൻ്റെ സീമകളെല്ലാം ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമല്ലോ. അങ്ങനെയാണ് 3 വർഷങ്ങൾക്ക് മുൻപ് വിശ്വനാഥൻ്റെ സംരക്ഷണം ഭാരത് ഹോസ്പിറ്റലിൻ്റെ ഉടമകളായ ചൈതന്യ കുടുംബം ഏറ്റെടുക്കുന്നത്. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം വിനോദിൻ്റെ സംരക്ഷണം കൂടി ഈ കുടുംബം ഏറ്റെടുക്കുകയായിരുന്നു. ഡോക്ടർ വിശ്വനാഥൻ്റെ ആനപ്രേമം ഭാര്യ രേണുക വിശ്വനാഥനിലേക്കും മക്കളിലേക്കും പകർന്നതോടെ ചൈതന്യ എന്നത് ആനപ്രേമികളാൽ സമ്പന്നമായ ഒരു കുടുംബമായി മാറുകയായിരുന്നു. ആദ്യമെത്തിയ വിശ്വനാഥൻ എന്ന കൊമ്പനോട് വല്ലാത്ത ഒരു അടുപ്പമായിരുന്നു ഡോക്ടർക്ക്. വയ്യാതിരിക്കുന്ന സമയത്ത് പോലും വിശ്വനാഥൻ അടുത്തെത്തി സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ച ഡോക്ടർ വിശ്വനാഥൻ വിട പറഞ്ഞ് 1 വർഷം പിന്നിട്ടെങ്കിലും ഇന്നും ഏവരുടെയും കണ്ണിനെ ഈറനണിയിക്കുന്ന കാഴ്ചയാണ്. വിനോദിൻ്റെയും വിശ്വനാഥൻ്റെയും സംരക്ഷകനും ഭാരത് ഹോസ്പിറ്റലിൻ്റെ ഉടമയുമായ ഡോക്ടർ വിനോദും ഈ കൊമ്പന്മാരും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത്. വിനോദിനെ കാണേണ്ട താമസമേയുള്ളൂ. ഈ 2 പേർക്കും പിന്നീടുള്ള സന്തോഷത്തിന് യാതൊരു അതിർവരമ്പുകളുമില്ല. ഇരുവർക്കും വീട്ടിലേക്ക് കയറുവാനായി പ്രത്യേകമായി ഒരു നടവഴി വരെ വിനോദ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആനപ്രേമം വിനോദിന് മാത്രമല്ല കേട്ടോ, സഹോദരി സ്മിത വിശ്വനാഥനും രക്തത്തിലലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇരുവരും അകത്തേക്ക് തുമ്പിക്കൈ നീട്ടിയുള്ള നിൽപ്പാണ്. ആ നിൽപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിനോദും സ്മിതയും ആ പെരുവയറുകൾ നിറയ്ക്കുവാൻ പാകത്തിനുള്ള ഭക്ഷണവുമായി എത്തും. പിന്നീടങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്നതിനുള്ള തിരക്കാണ്. ഇടയ്ക്കൊക്കെ മറ്റവൻ്റെ ഭക്ഷണം കൂടി വായിൽ നിന്നോ തുമ്പിയിൽ നിന്നോ എടുത്ത് ഇരുവരും അകത്താക്കുകയും ചെയ്യും. മനുഷ്യരായി ജന്മമെടുത്ത സഹോദരങ്ങളും ജന്മം കൊണ്ട് സഹോദരങ്ങളല്ലെങ്കിലും സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഈ ആനപ്പിറപ്പുകളും തമ്മിലുള്ള വളരെ വൈകാരികതയുള്ള ഒരു ബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. ആനപ്പെരുമയോടൊപ്പം എന്നും പ്രോത്സാഹനമായി ദൂരെ നിന്നും ഫോൺ വിളികളായി കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ ഞങ്ങളിവിടെ വെച്ച് കണ്ടുമുട്ടി. ആനയെന്നാൽ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഷഫീഖ് എരുമേലി സ്വദേശിയാണ്. എന്താണ് ആനകളോട് ഇത്രയും പ്രിയം വരാനുള്ള കാര്യം? എൻ്റെ വലിയച്ഛൻ ആനപ്പാപ്പാനായിരുന്നു. അതാണ് ആനക്കൊമ്പ് മൂത്ത് ആനകളോടൊപ്പം കടന്നത്. ഞങ്ങളുടെ നാട്ടുകാരുടെ 2 ആനയാണ് വിനോദും വിശ്വനാഥനും. ഞങ്ങളുടെ തിരുനക്കരത്തേവരുടെ പൊൻതിടം പേറ്റുന്നവനാണ് വിനോദ്. വിശ്വനാഥനും അതുപോലെയാണ്. നല്ല 2 ആനകളാണ്. അപ്പോൾ ഒരുപാട് ആനകളെ കണ്ടിട്ടും ഒരു അടുത്ത് പോയിട്ടുമൊക്കെ ഉണ്ട് അല്ലേ? അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരുടെ അടുത്ത് വരുമ്പോൾ ഉള്ള സന്തോഷം എന്താണ്? ഒരു കുട്ടിയാനും ഒരു വലിയാനും. നല്ല 2 സ്വഭാവത്തിലുള്ള പ്രത്യേകത. 2 ഭാവങ്ങളാണ്. ഉത്സവപ്പറമ്പുകളിൽ ആവേശമായി പടയൊരുക്കം തുടരുന്ന കോട്ടയത്തെ 2 മാതംഗ രത്നങ്ങൾ. ആരാധകർ സ്നേഹത്തോടെ വിനുവെന്നും വിശ്വനെന്നും വിളിക്കുന്ന ചുണക്കുട്ടികൾ. ഇന്നത്തെ സൂര്യാവുഡ് ആനപ്പെരുമയിൽ ജാലകമടയ്ക്കുമ്പോൾ അവരുടെ വിശേഷങ്ങൾക്ക് തിരശ്ശീല വീഴാനുള്ള സമയമായി. മറ്റൊരു കൊമ്പൻ്റെ വലിയ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ വരും. കാത്തിരിക്കുക.